അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, BA അറബിക് തേർഡ് സെമസ്റ്റർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതിലെ മോഡേൺ അറബിക് പോയട്രി, പേജ് നമ്പർ 72. ഖസീദത്തുൻ ഫിൽ ഖുദ്സി ബി തമീം അൽ ബർഗൂസി. തമീം അൽ ബർഗൂസിയുടെ ഫിൽ ഖുദ്സി എന്ന കവിതയാണ്. തമീം അൽ ബർഗൂസി ഹുവ ഷാഇറുൻ ഫിലസ്തീനിയൻ ബാരിസുൻ വകാതിബുൻ വമുഹല്ലിലുൻ സിയസിയുൻ. ഒരു ഫലസ്തീനി കവിയാണ്, പ്രമുഖനായ കവിയാണ്, എഴുത്തുകാരനാണ്, രാഷ്ട്രീയ നിരൂപകനാണ് തമീം അൽ ബർഗൂസി. ولد في القاهرة في 13 يونيو 1977 മിലാദിയ. 1977 ജൂൺ 13 കൈറോയിലാണ് ജനനം. നഷഅ തമീമുൻ ഫി ആയില അദബിയ ബാരിസ. വളരെ പ്രമുഖമായ ഒരു സാഹിത്യ കുടുംബത്തിലാണ് വളർന്നത്. حيث كان والده مريد البرغوثي شاعرا مشهورا وناشطا في إذاعة صوت فلسطين التابع للمقام الفلسطينية. പിതാവ് മുരീദ് അൽ ബർഗൂസി അദ്ദേഹവും ഒരു കവിയായിരുന്നു, പ്രസിദ്ധനായ കവിയാണ്. അതോടൊപ്പം തന്നെ വനാഷിത്തൻ ഫി ഇദാഅത്തി സൗത്ത് ഫിലസ്തീൻ, ഫലസ്തീനികളുടെ ശബ്ദത്തെ വ്യാപിപ്പിക്കുന്നതിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. ആ ഫലസ്തീൻ്റെ ശബ്ദമെന്ന് പറഞ്ഞാൽ അത്താബി അൽ മുഖാം അൽ ഫിലസ്തീനിയ, ഫലസ്തീൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓരോ വിഷയങ്ങളെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തിയായിരുന്നു തമീം അൽ ബർഗൂസിയുടെ പിതാവ്. വവാലിദത്തുഹു ഹിയ അർ-റിവായിയ റിദ്വ ആഷൂർ. അദ്ദേഹത്തിൻ്റെ മാതാവ് റിദ്വ ആഷൂർ ഒരു റിവായിയാണ്, ഒരു നോവലിസ്റ്റാണ്. ആഷ തമീമുൻ ഫി ദുറൂഫിൻ സഅബ. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. നതീജത്തൽ നിസാഇൽ ഇസ്രായേൽ ഫിലസ്തീനി, ഫലസ്തീനിലെ ഇസ്രായേൽ സംഘടനം, ഫലസ്തീൻ ഇസ്രായേൽ സംഘടനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ അങ്ങേയറ്റ പ്രയാസത്തോടെ. വക്കാന വാലിദുഹു ഫിൽ മൻഫ ലിഫത്രത്തിൻ ത്വീല. ഒരു നീണ്ടകാലം അദ്ദേഹത്തിൻ്റെ പിതാവ് പോലും മൻഫയിലാണ് കഴിച്ചു കൂട്ടിയത്. മൻഫ എന്ന് പറഞ്ഞാൽ നാട് കടത്തപ്പെട്ട ഒരു സ്ഥലം, നാട്ടിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട്. തഅല്ലമ തമീം അൽ ബർഗൂസി ഇദ്ദത ലുഗാത്തിൻ ഖിലാല തുഫൂലതിഹി ബിമാ ഫി ദാലിക അൽ ഇൻജിലീസിയ വൽ ഫറൻസിയ വൽ ഇറ്റാലിയ വൽ മജ്രിയ. ധാരാളം ഭാഷകൾ തമീം ബർഗൂസി തൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ പഠിച്ചു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഇറ്റലി, മജ്രി ഭാഷകളൊക്കെ പഠിച്ചു. നതീജത്ത് തനഖുലിഹി ബൈന മിസ്ർ വൽ മജ്ർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾ കാരണത്താലാണ് അങ്ങനെയൊക്കെ ഭാഷ പഠിച്ചത്. മിസ്റിലും മജ്റിലൊക്കെയുള്ള യാത്രകൾ കാരണത്താലാണ് ആ ഭാഷയൊക്കെ പഠിച്ചത്. حصل على شهادة بكالوريوس في العلوم السياسية من جامعة القاهرة في عام 1999. 1999 കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ അദ്ദേഹം ഡിഗ്രി കരസ്ഥമാക്കി, ബിരുദം കരസ്ഥമാക്കി. ثم أتم دراسته العليا وحصل على ماجستير في العلاقات الدولية من الجامعة الأمريكية في عام 2001. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം, പഠനം എന്നുള്ള MA അദ്ദേഹം നേടുന്നത്, മാജിസ്റ്റർ നേടുന്നത് അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ റിലേഷൻസിലാണ് അദ്ദേഹം MA കരസ്ഥമാക്കിയത്. بعد ذلك انتقل إلى الولايات المتحدة الأمريكية. അതിനുശേഷം അദ്ദേഹം USA താമസം മാറി, അവിടേക്ക് പോയി. حيث حصل على درجة الدكتوراه في العلوم السياسية. പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. من جامعة بوسطن في عام 2004 ميلادية. 2004 അദ്ദേഹം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ PhD നേടുന്നത്. تميزت أعمال تميم البرغوثي بالتعبير عن الهويات والقضايا الوطنية والإنسانية. തമീം അൽ ബർഗൂസിയുടെ ഓരോ വർക്കുകളും അദ്ദേഹം ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, ദേശീയ വിഷയങ്ങളെക്കുറിച്ച്, മാനുഷിക പ്രശ്നങ്ങളെക്കുറിച്ച്, വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ആവിഷ്കരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ആ രൂപത്തിൽ വ്യതിരിക്തമാകുന്നുണ്ട്. വക്കാന ലഹു ദൗറുൻ ബാരിസുൻ ഫി ദിഫാഇ അനിൽ ഖദിയ്യ അൽ ഫിലസ്തീനിയ മിൻ ഖിലാലി ശിഅരിഹി വ കിതാബാതിഹി. തൻ്റെ എഴുത്തുകളിലും കവിതകളിലൂടെയൊക്കെയായിട്ട് ഫലസ്തീൻ ഇഷ്യൂയെ അതിനെ അവതരിപ്പിക്കുവാനും എങ്ങനെ അതിനെ ഫലസ്തീൻ്റെ പ്രശ്നത്തെ പ്രതിരോധിക്കാമെന്നുള്ള വിഷയമൊക്കെയാണ് അദ്ദേഹം വളരെയധികം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ സംസാരിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സംസാരിച്ചിട്ടുള്ളത്. ഖദ്ദമ ഖസായിദഹു ബി ഉസ്ലൂബിൻ മുതനവ്വിഅ. വൈവിധ്യമായ ശൈലിയിൽ അദ്ദേഹം കവിതകൾ അവതരിപ്പിച്ചു. വജമഅ ബൈന ലുഗ അൽ-ഫുസ്ഹ വൽ-ലഹജാത്ത് അൽ-മിസ്രിയ്യ വൽ-ഫിലസ്തീനിയ്യ ഫി കിതാബാതിഹി. തൻ്റെ രചനകളിലെല്ലാം ഫലസ്തീൻ, ഈജിപ്ത് ലഹജകളിലും അതോടൊപ്പം അറേബ്യൻ ഫുസ്ഹയിലും ഒക്കെ അവക്കിടയിലായിക്കൊണ്ട് അദ്ദേഹം ജംഅ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഉരിഫ ബി ഉസ്ലൂബിഹിൽ മുമയ്യസ് ഫി ഇൽഖാഇ അശ്ശിഅർ. അദ്ദേഹം കവിത അവതരിപ്പിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ശൈലി കൊണ്ടും അദ്ദേഹം പ്രസിദ്ധനായിട്ടുണ്ട്.
വൽഖ ഖസായിദഹു, അദ്ദേഹം കവിതകൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. ഫിൽ അദീദ് മിനൽ മസാരിഹി വൽ ജാമിഅത്തി വൽ ഫഅലിയാത്തി സഖഫിയ്യ, ധാരാളം വേദികളിൽ അദ്ദേഹം കവിത സ്വയം അവതരിപ്പിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ തന്നെ സാംസ്കാരിക വേദികളിലൊക്കെ, അവിടെയൊക്കെ കവിതകൾ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ കൃതികളിൽപ്പെട്ടതാണ് അൽ മൻലർ ഫിൽ ഖുദുസ്, യാമിസ് റുഹാനത്ത് വബാനത്ത്, മഖാമു ഇറാഖി, ഹർബ് വസലാം, ഫഹർബ് അഹ്ലിയ തുടങ്ങിയതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇനി ഇവിടെ അദ്ദേഹത്തിന് നമുക്ക് പഠിക്കാനുള്ളത് കവിതയാണ്. ഫിൽ ഖുദുസ് എന്ന കവിതയാണ്. പേര് പോലെ തന്നെ ഫലസ്തീൻ്റെ അധിനിവേശവുമായി ബന്ധപ്പെട്ട വളരെ വൈകാരികമായിട്ട് തമീം അൽ ബർഗൂസി എഴുതിയ ഒരു കവിതയാണ്. ഈ കവിത ഇതിൻ്റെ അവസാനത്തെ സ്റ്റാൻസ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരു വലിയൊരു കവിതയാണ്. അതിലിങ്ങനെ ഫലസ്തീനിൽ നിന്ന് നാട് കടത്തപ്പെടുന്നതും അവിടെ ഇസ്രായേൽ അധിനിവേശവും പിടിച്ചെടുക്കപ്പെടുന്നതും എല്ലാം അദ്ദേഹം അവതരിപ്പിച്ചിങ്ങനെ വരുമ്പോൾ, പിന്നീട് അവിടുന്ന് തിരിച്ച് തമീം അൽ ബർഗൂസി എന്ന കവിയും മറ്റും കാറിലൂടെ വന്ന് തൻ്റെ നാട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ വെച്ച് ഇസ്രായേൽ സേന തടയുന്നതും തിരിച്ചു പോകേണ്ടി വരുന്നതുമായ രംഗമാണ് ഈ അവസാന സ്റ്റാൻസിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഫിൽ ഖുദുസി തൻതളിമുൽ ഖുബൂർ, അതേമാതിരിയാണ് ഖുദുസിലതാ ഖബറുകളൊക്കെ ഇങ്ങനെ അട്ടി വരി വരിയായി, ഇന്തിലാം വളരെ വ്യവസ്ഥാപിതമായിട്ട് ക്രമപ്പെടുത്തിക്കൊണ്ട് ഖബറുകൾ കിടക്കുന്നു ഖുദുസിൽ. കഅന്നഹുന്ന സുതൂറു താരീഖിൽ മദീന, അവിടെ അങ്ങനെ നോക്കിയാൽ പുറത്തുനിന്ന് ഖുദുസിലേക്ക് നോക്കുമ്പോൾ ആ പട്ടണത്തിൻ്റെ ചരിത്രം രചിച്ച വരികളാണ് ഖബറുകൾ എന്നിങ്ങനെ തോന്നും. കഅന്നഹുന്ന, ആ ഖബറുകൾ പോലെയാണ്, സുതൂറു വരികൾ പോലെ, നമ്മൾ എഴുതുന്ന വരികളെപ്പോലെ. എന്തെഴുതിയ? താരീഖിൽ മദീന, ആ പട്ടണത്തിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള. വൽ കിതാബു തുറാബുഹ, അങ്ങനെയെങ്കിൽ അവിടുത്തെ ഗ്രന്ഥം ഏതാണ്? അവിടുത്തെ മണ്ണാണ് ആ ഗ്രന്ഥം. മണ്ണ് വലിയ പുസ്തകവും അതിലെഴുതിയ വരികളാണ് ആ ഖബറുകൾ, ചരിത്രമാണ് ഖബറുകളെന്ന് അദ്ദേഹം ഓർക്കുകയാണ്. അൽ കുല്ലു മർറു മിൻ ഹുന, ഇവിടെ നിന്ന് എല്ലാവരും പോയി, എല്ലാവരും ഈ മണ്ണിലൂടെ ചവിട്ടി നടന്ന് കടന്നു പോയിട്ടുണ്ട്. ഫൽ ഖുദ്സു തഖ്ബുലു മൻ അതാഹ കാഫിറൻ ഔ മുഅ്മിന, ഖുദ്സ് എന്ന് പറഞ്ഞാൽ ഖുദ്സിൻ്റെ സവിശേഷത എന്താണ്? തഖ്ബുലു മൻ അതാഹ, ഖുദ്സിലേക്ക് വരുന്നവരെല്ലാം ഖുദ്സ് സ്വീകരിച്ചു. കാഫിറൻ ഔ മുഅ്മിന, അത് ഈമാനോടുകൂടെ വരുന്നവനാണെങ്കിലും നിഷേധിയായി വന്നവനാണെങ്കിലും ഇരു കരങ്ങളും നീട്ടി ഖുദ്സ് സ്വീകരിച്ചു. ഉംറുർ ബിഹാ വഖറഅ ശവാഹിദഹാ ബികുല്ലി ലുഗാതി അഹ്ലിൽ അർദ്, നീ അതിലൂടെ സഞ്ചരിച്ചു നോക്ക്. ഉംറുർ ബിഹാ, അതിലൂടെ നീ ചെന്നു നോക്ക്. വഖറഅ ശവാഹിദഹാ, അവിടെയുള്ള ഇവിടെ കടന്നുപോയ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളെ നീ വായിച്ചു നോക്ക്. ബികുല്ലി ലുഗാതി അഹ്ലിൽ അർദ്, ഈ ഭൂമിയിലെ എല്ലാ ഭാഷയിൽപ്പെട്ട ആളുകളും ഈ മണ്ണിൽ വന്നിട്ടുണ്ട്, ഈ മണ്ണിൻ്റെ ചരിത്രമായി തീർന്നിട്ടുണ്ട്. ആരൊക്കെയുണ്ട്? ഫീഹ സൻജു വൽ ഇഫ്റഞ്ചു വൽ ഖിഫ്ജാഖു വസ്സിഖ്ലാബു വൽ ബുഷ്നാഖു വത്താതാറു വൽ അത്റാഖു അഹ്ലുല്ലാഹി വൽ ഹുല്ലാഖു വൽ ഫുഖറാഉ വൽ മുല്ലാഖു വൽ ഫുജ്ജാറു വൻ നുസാഖു. ഇവരൊക്കെ ഖുദ്സ് എന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സഞ്ച് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ ഷർക്ക്, കിഴക്കേ ആഫ്രിക്കയിലുള്ള സഞ്ചുകളാണ്. ആ സഞ്ചുകാരിവിടെ വന്നിട്ടുണ്ട്. വൽ ഇഫ്റഞ്ചു, ഇഫ്റഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരാണ് ഉദ്ദേശിക്കുന്നത്, യൂറോപ്യർ അവരവിടെയുണ്ട്. വൽ ഖിഫ്ജാഖു, ഖിഫ്ജാഖ് എന്ന് പറഞ്ഞാൽ തുർക്കി പ്രദേശത്തിലെ കുറച്ച് ആളുകളാണ്. അവിടുത്തെ തുർക്കിയുമായി ബന്ധപ്പെട്ട് തുർക്കി രാജ്യത്തിൻ്റെ സഖ്യകക്ഷികളിൽപ്പെട്ട ആളുകളാണ് ഖിഫ്ജാഖുകൾ. അതേപോലെ സിഖ്ലാബ് എന്ന് പറഞ്ഞാൽ അവരും അക്രാനികളായിട്ടുള്ള റഷ്യക്കാരൊക്കെ ആയിട്ടുള്ള അവിടുത്തെ റഷ്യൻ പ്രദേശത്തെ ആളുകളാണ്. വൽ ബുഷ്നാഖു, ബുഷ്നാഖ് എന്ന് പറഞ്ഞാൽ ബോസ്നിയക്കാർ. വറ്റാഥാറു, തർത്താരികൾ. വൽ അത്റാഖു, തുർക്കികൾ. അഹ്ലുല്ല, അള്ളാൻ്റെ പക്ഷക്കാർ. വൽ ഹുല്ലാഖു, നാശത്തിൻ്റെ ആളുകൾ. വൽ ഫുഖറാഉ, ദരിദ്രർ അവിടെ ഉണ്ട്. വൽ മുല്ലാഖു, ഉടമകളുണ്ട്, യജമാനന്മാരുണ്ട്. വൽ ഫുജ്ജാറു, തെമ്മാടികൾ. വൻ നുസാഖു, അള്ളാഹുവിനെ ആരാധിക്കുന്ന സന്യാസിമാർ. എല്ലാവരും ഈ ഖുദ്സിലേക്ക് വന്നവർ, അതിൻ്റെ ചരിത്രമായി തീർന്നവർ. അവർ ഇരു കരങ്ങളും നീട്ടി ഖുദ്സ് സ്വീകരിച്ചിട്ടുണ്ട്, മുഅ്മിനെന്നോ കാഫിറെന്നോ നോക്കാതെ. ഫിഹാ കുല്ലു മൻ വതിഅ അസ്സറ, അതിൽ മണ്ണ് ചവിട്ടിയ എല്ലാവരുമുണ്ട്. അങ്ങനെ ചവിട്ടി നിന്നവരൊക്കെ ആ നാട്ടുകാരായിരുന്നു. കാനുൽ ഹവാമിഷ ഫിൽ കിതാബി, ഇപ്പോഴത് അവരൊക്കെ ആ പുസ്തകത്തിൻ്റെ മാർജിനിലേക്ക്
ഓരത്തേക്ക് മാറ്റപ്പെട്ടു. ഫഅസ്ബഹു നസ്വൽ മദീനത്തി ഖബ്ലൻ, അവരായിരുന്നു നമ്മുടെ നാടിൻ്റെ മുമ്പത്തെ അതിൻ്റെ നെസ്സ്. അവർ മാർജിനായിരുന്നില്ല, നെസ്സായിരുന്നു. അവർ നെസ്സ് തന്നെ, ടെക്സ്റ്റ് തന്നെ, ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തന്നെ അവരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ മാർജിനിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ഉള്ളിലാരായി തീർന്നു? ഈ നാടിൻ്റെ വക്താക്കളല്ലാത്തവർ. ഈ നാട് കയ്യേറിയിരിക്കുന്നു. യകാതിബത്താരീഖി മാദാ ജദ്ദ ഫസ്തസ്നൈതന, അല്ലയോ ചരിത്രം രചിക്കുന്നവനെ, എന്താണ് നീ ചെയ്തിട്ടുള്ളത്? എന്തിനാണ് ഞങ്ങളെ നീ മാറ്റിയത്? യാ ഷെയ്ഖു ഫൽ തുഇദിൽ കിതാബ, അല്ലയോ ഷെയ്ഖെ, നീ പുസ്തകം ഒന്നുകൂടെ ആവർത്തിക്ക്, ആ എഴുത്തൊന്നുകൂടെ ആവർത്തിക്ക്. വൽ ഖിറാഅ മറത്തൻ ഉഖ്റ, രണ്ടാമതൊരിക്കൽ കൂടെ നീ എഴുത്തും വായനയും ആവർത്തിച്ചു നോക്ക്. അറാക ലഹൻത്, ആ സമയത്ത് നിനക്ക് മനസ്സിലാകും നീ എഴുതി വെച്ചത് തെറ്റാണ്, നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെടും. ഇപ്പോഴുള്ള ആളുകൾ അതിൻ്റെ അവകാശികളല്ല. അവരാണ് ശരിക്കും മാർജിനിൽ കിടക്കേണ്ടവർ. അവരാണ് ഈ നാടിൻ്റെ പുറത്തു നിൽക്കേണ്ടവർ. ഈ നാടിൻ്റെ ഭാഗമായിരുന്നവരെ മാർജിനിലേക്ക് മാറ്റി ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമായി മാറിയിരിക്കുന്ന ആളുകൾ. അത് ശരിയല്ല. പുസ്തകം എഴുതുന്ന ഷെയ്ഖ്, നീ ഒന്നുകൂടെ പുസ്തകത്തെ വായിക്കുക, ഒന്നുകൂടെ നീ എഴുതുക, നീ വായിക്കുക. ആ സമയത്ത് നിനക്കറിയാം അറാക ലഹൻത്, നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന്. അൽ ഐനു തുഗ്മിലു, കണ്ണുകൾ അടയുന്നു. സുമ്മ തൻദുറു, വീണ്ടും നോക്കുന്നു. സായിഖു സയ്യാറത്തി സ്വഫ്രാ, ആ മഞ്ഞ കാറിൻ്റെ ഡ്രൈവർ. മാലബിന ഷിമാലൻ നാഇയൻ അൻ ബാബിഹ, ഞങ്ങളെയും കൊണ്ട് ഇടതുഭാഗത്തേക്ക് ആ ഖുദ്സിൻ്റെ കവാടവും കടന്നു പോവാണ്. വീണ്ടും ആ സമയത്ത് കണ്ണിങ്ങനെ ചുമ്മി കണ്ണാടിയിലൂടെ അങ്ങനെ നോക്കുകയാണ് കവി. വൽ ഖുദ്സു സ്വാറത്ത് ഖൽഫന, ആ മഞ്ഞക്കാറിലൂടെ അങ്ങനെ അകന്നകന്ന് പോവാണ്. അപ്പോഴതാ വൽ ഖുദ്സു സ്വാറത്ത് ഖൽഫന, ഖുദ്സ് ഞങ്ങളുടെ പിറകിലായിരിക്കുന്നു. വൽ ഐനു തുബ്സിറുഹാ ബിമിർആത്തിൽ യമീൻ, വലതുഭാഗത്തുള്ള കണ്ണാടിയിലൂടെ ഞങ്ങൾ കണ്ണിങ്ങനെ നോക്കിയപ്പോൾ കാണുന്നുണ്ട് ഖുദ്സിനെ. ഖുദ്സിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? തഗയ്യറത്ത് അൽവാനുഹാ ഫിശ്ശംസി, സൂര്യതാപമേറ്റ് സൂര്യന് ചുവട്ടിൽ ആ ഖുദ്സിൻ്റെ നിറങ്ങൾ മാറിയിരിക്കുന്നു. മിൻ ഖബ്ലിൽ ഗിയാബ്, അസ്തമിച്ചു പോകുന്നതിന് മുമ്പ്, ഇല്ലാതെയായി പോകുന്നതിന് മുമ്പ്. ഇത് ഫാജഅത്നി ബസ്മത്തുൻ ലം അദ്രി കൈഫ തസല്ലലത് ലിൽ വജ്ഹി, ആ സമയം എൻ്റെ അടുക്കലേക്ക് ദാ ഒരു പുഞ്ചിരി അത് പാസാക്കി. ലം അദ്രി കൈഫ തസല്ലലത് ലിൽ വജ്ഹ്, എങ്ങനെയാണ് മുഖത്തേക്ക് ആ പുഞ്ചിരി വന്നത് എനിക്കറിയില്ല. ഖാലത്തുലി, എന്നിട്ട് എന്നോട് പറഞ്ഞു, വഖദ് അംഅൻതു മാ അംഅൻതു, ഞാൻ ചിന്തിക്കുന്ന അത്ര ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ആ സമയത്ത് എന്നോട് പറയുക, അയ്യുഹൽ ബാക്കി വറാ അസ്സൂരി അഹ്മാഖു അൻത, ഖുദ്സിനോട് പറയാണ്, അയ്യുഹൽ ബാക്കി, കരയുന്നവനെ, വറാ അസ്സൂർ, മതിലുകൾക്കപ്പുറം നിന്ന് കരയുന്നവനെ, അഹ്മഖു അൻത, നിനക്ക് വിഡ്ഢിയായി തീർന്നോ, അജുനിൻത്, നിനക്ക് ഭ്രാന്തായോ, ലാ തബ്കി ഐനുക അയ്യുഹൽ മൻസിയ്യു മിൻ മത്നിൽ കിതാബ്, പുസ്തകത്തിൻ്റെ മത്നുകളിൽ നിന്ന്, പുസ്തകത്തിൻ്റെ ഉള്ളടക്ക ഭാഗത്തിൽ നിന്ന് വിസ്മരിക്കപ്പെടുന്നവനെ, നിൻ്റെ കണ്ണുകൾ നീ കരയരുത്. ലാ തബ്കി ഐനുക അയ്യുഹൽ അറബിയ്യു, അല്ലയോ അറബി, നിൻ്റെ കണ്ണുകളിൽ കരച്ചിലുണ്ടാവരുത്. വഅലം, നീ അറിയുക, അന്നഹു ഫിൽ ഖുദ്സി മൻ ഫിൽ ഖുദ്സ്, ഖുദ്സിലുള്ളവർക്കാണ്. ലാകിൻ ലാ അറാ ഫിൽ ഖുദ്സി ഇല്ലാ അൻത, പക്ഷേ ഖുദ്സിൽ നിന്നെയല്ലാതെ ഞാൻ കാണുന്നില്ല. അതായത് അറബികൾക്കുള്ളതാണ് ഖുദ്സ്, ആ ഖുദ്സ് നാട്ടുകാർക്കുള്ളതാണ്. പക്ഷേ അതാ ഇപ്പോൾ ഖുദ്സ് അവിടെ കൈയടക്കിയുടെ കയ്യിലാണ്, എന്നാൽ നിന്നെയല്ലാതെ അവിടെ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അറബികൾ തന്നെയാണ്, അതിൻ്റെ അവകാശികൾ തന്നെയാണ് ഖുദ്സിലുണ്ടാവേണ്ടത് എന്ന് കവി പറഞ്ഞു വെക്കുന്നു. ഇവിടെ കവിക്ക് ഒരു പ്രതീക്ഷയാണ്, അതായത് തിരിച്ചു വരാൻ ഒരു ദിവസം കഴിയുമെന്നൊരു പ്രതീക്ഷ. അങ്ങനെ എല്ലാവിധ വെല്ലുവിളികൾക്കും മുന്നിൽ അദ്ദേഹം പുച്ഛിച്ച് ചിരിക്കുന്ന ചിരിയാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തിരിച്ചുവരവുണ്ട് എന്നും ഈ അവസ്ഥ മാറുമെന്നും അവിടെയുള്ള ഭീകരർക്ക് നേരെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ, അവിടെയുള്ള സയനിസ്റ്റുകൾക്ക് നേരെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കവി പുഞ്ചിരിക്കുന്നത്. ആ രൂപത്തിലാണ് കവി അവിടെ അവസാനിപ്പിക്കുന്നത്. വളരെയധികം വേദനാജനകമായൊരു വേർപാടാണ് ഈ ഒരു കവിതയിൽ അവതരിപ്പിക്കുന്നത്. എങ്കിലും ഷർഹുൽ ഖസീദ യുഅബ്ബിറു الشاعر في هذه القصيدة عن تعلقه بمدينة القدس وتاريخها العريق. ഇവിടെ കവി ഈ കവിതയിലൂടെ പറയുന്നത് ഖുദ്സ് എന്ന പട്ടണവുമായിട്ട് അദ്ദേഹത്തിനുള്ള അഗാധ ബന്ധം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആഴമേറിയ അതിൻ്റെ ചരിത്രവുമായുള്ള ബന്ധം, ഇതൊക്കെയാണ്
കവിയുടെ പറയാൻ ശ്രമിക്കുന്നത്. വയസ്തനിദു ഇലാ ഹാദ താരീഖിൽ യുഅക്കിദ് അലാ അന്ന അൽ ഖുദ്സ മദീനത്തുൻ മുതഅദ്ദിദത്തുൽ ആറാഖ് വൽ അദിയാൻ. അദ്ദേഹം ആ ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഖുദ്സ് എന്ന പട്ടണം വൈവിധ്യമായ ആഴമേറിയ പഴക്കം അതിനുണ്ട്. അതുപോലെ വ്യത്യസ്തങ്ങളായ മതങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. വഹിയ മദീനത്തുൻ തസ്തഖ്ബിലു അന്നാസ മിൻ ജമീഇ അൻഹാഇൽ ആലം. ലോകത്തുള്ള വ്യത്യസ്ത ഭാഗത്തുള്ള എല്ലാ ആളുകളെയും ഖുദ്സ് സ്വീകരിച്ചിട്ടുണ്ട്. ബിഗദ്ദിന്നദരി ദിയാനാത്തിഹിം, മതം നോക്കിയിട്ടല്ല അവരെ സ്വീകരിച്ചത്. യദ്കുറു ഷായിർ ബഅദൽ അത്തിയാഫിൽ ജിൻസിയത്ത് അല്ലത്തി മറത്ത് അബറ താരീഖിൽ ഖുദ്സ്. ഖുദ്സിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന അതിലൂടെ കടന്നുപോയ പല വിഭാഗം ആളുകളെപ്പറ്റി കവി പരാമർശിക്കുന്നുണ്ട്. അതിൽപ്പെട്ടാണ് മിസ്ലു സഞ്ച് വൽ ഇഫ്രൻജ് വൽ അത്റാഖ്. ഇവരൊക്കെ അതിൻ്റെ ഭാഗമാണ്. ലക്കിന്നഹു ലാ യുശീറു ഇലാ സഹായിൻ അൽ യഹൂദ. പക്ഷേ ഒരിക്കൽ പോലും കവി ജൂതന്മാരായ സയനിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നില്ല. കാരണം അവർക്കൊരു നിലക്കുമുള്ള അവകാശം ഖുദ്സുമായി ബന്ധപ്പെടുത്തി പറയാനില്ല. ചരിത്രത്തിൻ്റെ ഭാഗമല്ല. അവർ കൈയടക്കി പിടിച്ചടക്കി വന്ന ആളുകളാണ്. അഷ്ശാഇറു യുറക്കിസു അലാ തനവ്വുഇ താരീഖിൽ ഖുദ്സ്. പിന്നെയും കവി തൻ്റെ കവിതയിലൂടെ ഖുദ്സിൻ്റെ ചരിത്രത്തിൻ്റെ വൈവിധ്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. വതഅ്സീറുൽ അദീദി മിന സഖാഫാത്തി വശുഉബി അലൈഹ അലാ മർറിൽ ഉസൂർ. കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ സമൂഹവും സംസ്കാരവും ഏത് രൂപത്തിലായിരുന്നു എന്നൊക്കെ ഇവിടെ അദ്ദേഹം പരാമർശിക്കുന്നു. യത്രഹു സുആലൻ തഹക്കുമിയ്യൻ ഹൗല മാ ഇദാ കാന കാതിബു താരീഖ് ഖദ് ഇസ്തസ്നാ ശഅബഹു വനസിയ വജൂദഹും ഫീ താരീഖിൽ മദീന. അതോടൊപ്പം ഒരു പരിഹാസമായ ചോദ്യമാണ് കവി ഉന്നയിക്കുന്നത്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടും അവരൊക്കെ അവിടെ തന്നെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിലവിലുള്ളതിൻ്റെ ഷായിബ് ജനങ്ങളെ ചരിത്രകാരൻ മറന്നുപോകുന്നു, ചരിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവരെ നീക്കം ചെയ്യുന്നു എന്ന് കവി ചോദിക്കുകയാണ്. എൻ്റെ ഈ ഷായിബുൽ ഹദീസ് അല അൻ മുഗാദറത്തിഹി ലിൽ ഖുദ്സ്. അതോടൊപ്പം ഈ കവിത അവസാനിക്കുന്നത് കവി ഖുദ്സ് വിട്ടു പോവുകയാണ്. ബിസബബി മൻഇഹി മിൻ ദുഖുലിഹ. കാരണം കവിയെ അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല, തടയുന്ന കാരണത്താൽ. വയസിഫു മഷ്ഹദ റഹീലിഹി. അദ്ദേഹത്തിൻ്റെ തിരിച്ചുപോക്കിൻ്റെ രംഗം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. വനദറത്തിഹിൽ അഖീർ ലിൽ ഖുദ്സ്. തൻ്റെ അവസാനത്തെ നോട്ടം, ഖുദ്സിലേക്ക് നയിക്കുന്ന അവസാന നോട്ടം. മിൻ മിർആത്തി സയ്യാറ. ആ സയ്യാറത്തിൻ്റെ കണ്ണാടിയിലൂടെ, ആ കാറിൻ്റെ കണ്ണാടിയിലൂടെ. ആ നോട്ടമാകട്ടെ ബി അന്നഹ മലിഅത്തുൻ ബിൽ ഹുസ്നി വൽ അലം. ധാരാളം ദുഃഖങ്ങളും വേദനകളും നിറഞ്ഞ നോട്ടമാണ്. ലാകിന്നഹു യുലാഹിൽ ഇബ്തിസാമ ഷഖിയ്യ. അതോടൊപ്പം അദ്ദേഹം ഒരു പുഞ്ചിരി അവിടെ പാസ്സാക്കുന്നുണ്ട്. തദ്ഹറുല വജ്ഹി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്നുണ്ട്. മിമ്മ യഅകിസ് തസ്മീമുഹു വലൽ ഔദ. ഒരു തിരിച്ചുവരവിൻ്റെ പ്ലാനിങ് അറിയിക്കുന്ന രൂപത്തിലാണ് ആ പുഞ്ചിരി. വസ്സുമൂദു ഫി വജ്ഹി തഹദ്ദിയാത്ത്. വെല്ലുവിളിയുടെ മുന്നിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രതീകമാണ്, റംസാണ് ആ ഒരു പുഞ്ചിരി എന്നുള്ളത്. ഹാദിഹിൽ ഖസീദ. ഈ ഒരു കവിത തുഅബ്ബിറു അനിൽ ഇർതിബാത്തിൽ അമീഖ് ലിശ്ശാഇർ ബി മദീനത്തിൽ ഖുദ്സ്. ഖുദ്സുമായിട്ട് കവിക്കുള്ള അഗാധ ബന്ധത്തെയാണ് അറിയിക്കുന്നത്. വഅൻ തഅസ്സുരിഹി ബി താരീഖിഹ വ സഖാഫാത്തിഹ. അവിടുത്തെ ഖുദ്സിൻ്റെ ചരിത്രവും സംസ്കാരവും തമ്മിലുള്ള കവിയുടെ ബന്ധം. وتعكس موقفه القوي في دعم حقوق الفلسطين ورفض الاحتلال. അധിനിവേശത്തെ നിരാകരിക്കുന്നതിലും ഫലസ്തീനികൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയും ശക്തമായ നിലപാട് കൂടെയാണ് ഈ കവിത പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റീക്യാപ്പുകളാണ്, അത് നമ്മൾ വായിച്ചു നോക്കുക. തനീം അൽ ബറൂസി വഅഹദു ശുഅറാ ഫലസ്തീൻ വകാതിബൻ മുഹല്ലിലുൻ സിയാസിയൻ. മുഹല്ലിൽ സിയാസി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നിരൂപകൻ എന്ന അർത്ഥത്തിലാണ് ഇത് വരുന്നത്. രാഷ്ട്രീയത്തെ അനലൈസ് ചെയ്യുന്ന വ്യക്തി. തനാവൽ തമീം അൽ ബർഗൂസി ഫി അഅമാലിൽ അദബിയ്യ ഖദായൽ ഉമ്മൽ അറബിയ്യ. അറേബ്യൻ സമൂഹത്തിൻ്റെ വിഷയങ്ങളാണ് തമീം അൽ ബർഗൂസി കവിതകളിൽ പലപ്പോഴും വിഷയമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഫതഹദസ ഫി ശിഅരിഹി അനിൽ ഖദിയ ഫിലസ്തീനിയ. കവിതയിൽ ഖദിയ ഫിലസ്തീനിയ, ഫിലസ്തീൻ ഇഷ്യൂ അദ്ദേഹം ധാരാളം വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. യുശീറു ഷാഇർ ഫി ഹാദിൽ അബിയാത്ത് ഇലാ താരീഖ് മദീനത്തിൽ ഖുദ്സ്. ഈ ഒരു വരികളിലൂടെ മദീന ഖുദ്സിൻ്റെ ചരിത്രത്തിലേക്കാണ് കവി വെളിച്ചം വീശുന്നത്. അതേപോലെ വഹാദ് റഹാദിൻ്റെ സമകാലിക അവസ്ഥയെക്കുറിച്ച്. വഅന്നഹ മദീന ജാമിഅ ലിമുഖ്തലിഫി അത്യാഫി അൽ ബഷർ. മനുഷ്യരുടെ വ്യത്യസ്തമായുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ ഒരു സംഗമ ഭൂമിയായിരുന്നു ഖുദ്സ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. യഹ്മിലുൽ അശ്ശാഇറു അലാ ജനാഹിഹി ലിയുഹല്ലിഖ ബിനാ ഫി സമാഇൽ ഖുദ്സ്. കവി തൻ്റെ ചിറകിലേറ്റി വായനക്കാരനെ ഖുദ്സിൻ്റെ മുകളിലൂടെ പറക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ലിനഖ്റഅ ബിഐനിഹി താരീഖൽ മസ്തൂർ ബിഖുബൂരിൽ ഉമ്മൽ ഗാബിറ. കഴിഞ്ഞ കാല നൂറ്റാണ്ടുകളിൽ ജീവിച്ചുപോയ സമൂഹങ്ങളുടെ ഖബറുകൾക്ക് മുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങൾ വായിക്കാൻ വേണ്ടി. അല്ലത്തി മറത്തൽ ഖുദ്സ്. ആ സമൂഹം എന്ന് പറഞ്ഞാൽ ഖുദ്സിലൂടെ കഴിഞ്ഞു പോയവരാണ്. ويختم الشاعر قصيدته بتصوير رحيله ووداعه عن مدينة القدس. അവസാനം കവി തൻ്റെ കവിത അവസാനിപ്പിക്കുന്നത് ഖുദ്സ് എന്ന പട്ടണത്തോട് യാത്ര പറഞ്ഞ് വിട ചോദിച്ചു പോകുന്ന രംഗമാണ്. ഫിനബറ യഷൂബുഹ ഹുസ്നുൽ മദ്ലൂം വലൗഅത്തുൽ മഹ്റൂം. ഇല്ലായ്മയിലൂടെ വിരഹത്തോടെ വേദനയോടെ പിരിയേണ്ടി വരുന്നൊരവസ്ഥ.
അതിൻ്റെ ദുഃഖവും സങ്കടവും അതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഉത്തരങ്ങളാണ്. ചോദ്യങ്ങൾ മുകളിലുണ്ട്, ഉത്തരങ്ങൾ താഴെയുണ്ട്. നമ്മൾ വായിച്ച് നോക്കുക. ബാക്കിയുള്ളത് നമുക്ക് മറ്റൊരു സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.